ഹലോ. നമ്മുടെ കയ്യിലെ ഒരുപാട് സാരീസ് ഉണ്ടാവും അല്ലേ? പക്ഷേ ഏത് ഒക്കേഷൻ വരുമ്പോഴും ഇന്ന് ഞാൻ ഏത് സാരി ഉടുക്കും എന്നാലോചിച്ച് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാറില്ലേ? ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാരീസിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്പർ 1 ഇസ് ബ്ലാക്ക് സാരി. എന്തുകൊണ്ടാ ബ്ലാക്ക് സാരി എല്ലാവരുടെ കയ്യിലും വേണം എന്ന് പറയുന്നത്? ബ്ലാക്ക് കളർ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവില്ല. എത്ര വർഷം കഴിഞ്ഞാലും ബ്ലാക്കിന് ഒരു സ്പെഷ്യൽ പ്ലേസ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇന്നിപ്പോ ഞാൻ ഉടുത്തിരിക്കുന്ന ഈ സാരി എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ കോട്ടൺ സാരി വിത്ത് മെറൂൺ കളർ ബോർഡർ ആണ് കേട്ടോ. ഭയങ്കര സ്റ്റിഫ് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിന്റെ പല്ലുവിൽ മാത്രമാണ് ഇതിൽ ഡിസൈൻ വരുന്നത്. പാർട്ടീസ്, ഡിന്നർ അല്ലെങ്കിൽ ഒരു കോഫി ഡേറ്റ്, അങ്ങനെ ഏതൊരു ഒക്കേഷനും പറ്റുന്ന ഒരു കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് കേട്ടോ. സോ എവ്രി വൺ ഷുഡ് ഹാവ് എ ബ്ലാക്ക് സാരി ഇൻ ദർ വാർഡ്രോബ്. കോസ്റ്റ്യൂം നമ്പർ 2, സെറ്റ് മുണ്ട് ഓർ സെറ്റ് സാരി. അമ്പലം അല്ലെങ്കിൽ ഓണം, വിഷു ഇങ്ങനെയൊക്കെയുള്ള ഒക്കേഷൻസിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു അറ്റയർ നമ്മൾ ധരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു സെറ്റ് മുണ്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് സാരി എല്ലാ ഗേൾസിന്റെ വാർഡ്രോബിലും വേണം എന്ന് പറയുന്നത്. സാരി നമ്പർ 3 ഇസ് ലൈറ്റ് വെയ്റ്റ് സാരി. ലൈറ്റ് വെയ്റ്റ് സാരി എന്ന് പറയുമ്പോൾ ഷിഫോണോ, ജോർജറ്റോ ഇല്ലെങ്കിൽ മൽക്ക് കോട്ടൺ, ലിനൻ, സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആയിട്ടുള്ള സാരീസ് എല്ലാം നമുക്ക് ലൈറ്റ് വെയ്റ്റ് സാരീസ് ആണല്ലോ. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫാബ്രിക്കിലുള്ള സാരീസ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാട്ടോ. കാരണം നമുക്കിപ്പോ ഒരു ഓഫീസ് വെയർ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഒരു ലോങ് ഡേയിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉടുത്ത് നടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാരി ആണ് ലൈറ്റ് വെയ്റ്റഡ് സാരി. അതാണ് നമ്മുടെ ഓപ്ഷൻ നമ്പർ 3 എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ ഉടുത്തേക്കുന്ന ഈ ഒരു സാരി എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉടുക്കുന്ന പല സാരീസും ഞാൻ ആമസോണിൽ നിന്നും ഒക്കെ പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒക്കെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. നൗ സാരി നമ്പർ 4 ഇസ് സിൽക്ക് സാരി, അതായത് പട്ട് സാരി. നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് സിൽക്ക് ആണല്ലോ. യൂഷ്വലി നമ്മൾ സിൽക്ക് സാരി ഉടുത്തിട്ടാണ് കല്യാണങ്ങൾക്കൊക്കെ പോവാറ്. ഇപ്പൊ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്നാലും കല്യാണം എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് തോന്നിക്കുന്നത് സിൽക്ക് സാരി ആയതുകൊണ്ട് സിൽക്കാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് വേണ്ട അടുത്ത സാരി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഉടുത്തേക്കുന്ന ഈ ഒരു ഓണിയൻ പിങ്കിലുള്ള ഈ ഒരു സാരി എന്ന് പറയുന്നത് തൊടുപുഴ മഹാറാണിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 899 ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഗ്രാൻഡ് ആവുമ്പോൾ നമ്മുടെ ജ്വല്ലറിയും ഗ്രാൻഡ് ആയിരിക്കണമല്ലോ. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഓറയുടെ ജ്വല്ലറി തന്നെയാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ മൊത്തം സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. സാരി നമ്പർ 5 ഇസ് പാർട്ടി വെയർ സാരി. പ്ലെയിൻ ഒരു പിങ്ക് കളറിൽ സീക്വൻസ് മാത്രം വന്നിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാച്ചിങ് ബ്ലൗസ് ഒക്കെയുള്ള ഒരു സാരിയാണ് ഞാൻ ഇപ്പോൾ ഉടുത്തേക്കുന്നത്. ഇതിന് ഹെവി ഓർണമെന്റ്സിന്റെ ആവശ്യമില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോങ് ഇയറിങ്സ് മാത്രമേ ഞാൻ ഈ ഒരു സാരിയുടെ കൂടെ സ്റ്റൈൽ ചെയ്തിട്ടുള്ളൂ. അതിന്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞ് സ്റ്റോൺ വർക്കിന്റെ തന്നെ വരുന്ന ഒരു കുഞ്ഞ് 2 ബ്രേസ്ലെറ്റ്സ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്ക് പീസ് കംപ്ലീറ്റ്ലി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, ബിക്കോസ് അതിന്റെ ആവശ്യമില്ല. നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു ഡ്രസ്സാണ്, അപ്പൊ അതിന്റെ കൂടെ നെക്ക് പീസിന്റെ ആവശ്യമില്ല. സോ അതുകൊണ്ട് ഈ ഒരു ലുക്ക് അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലത്തെ ടൈപ്പോ ഇല്ലെങ്കിൽ ഒരു സാറ്റിൻ ടൈപ്പോ അങ്ങനെയൊക്കെ വരുന്ന സാരീസ് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് സാരീസ് കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അതായത് പാർട്ടി വെയർ സാരീസ്.